ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ചൂടായി കിട്ടും, പെട്ടെന്ന് എന്താ പറയുക ഫുഡൊക്കെ ആയി കിട്ടും. അതിനുവേണ്ടി അധികം പേരും നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ദോഷങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കും വേണം കേട്ടോ. നോൺ സ്റ്റിക്ക് കുറച്ചൊക്കെ ഇത് അടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഇതൊരു ദോശക്കല്ലെന്ന് പറയുന്നത് മൂന്നാമത്തെ ദോശക്കല്ലാണ് കേട്ടോ. ആദ്യത്തെ 2 ദോശക്കല്ല് എന്താ പറയുക അടന്നു പോയി. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ മിനി മിക്സിൻ്റെ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ദോശക്കല്ല്. അപ്പോൾ 2 എണ്ണം മിനി മിക്സിൻ്റെ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ അടന്നു പോയി കേട്ടോ. ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ദോശ മാത്രമല്ല ഇതിൽ ചപ്പാത്തിയും ചുടുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചുടാൻ പാടില്ല കേട്ടോ. അതിൽ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ദോശക്കല്ല് ദോശ ഒഴിക്കാൻ പറ്റാതായി പോവും. നമുക്ക് എന്താ പറയുക ദോശ ഇങ്ങനെ ഒട്ടി നിൽക്കാൻ തുടങ്ങും കേട്ടോ. ഇങ്ങനെ അടന്നു പോകാനും സാധ്യതയുണ്ട് കൂടുതലും. അപ്പോൾ ഒരിക്കലും ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ദോശ ഒഴിക്കുന്ന പാത്രത്തിൽ ചപ്പാത്തി ഒന്നും ചുടാതിരിക്കുക. ഞാൻ അറിയാതെ ചുട്ടുപോയതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അങ്ങനെ അടന്നു പോയി. അപ്പോൾ ഞാൻ ഇത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നല്ല ഇതായിരുന്നു കേട്ടോ, നല്ല വെയിറ്റൊക്കെ ഉള്ളൊരു നോൺ സ്റ്റിക്കായിരുന്നു. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ അടന്നപ്പോൾ ഇത് പുതിയതാണ്, ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. മുമ്പ് യൂസ് ചെയ്തത് ഇതായിരുന്നു കേട്ടോ, ഇതായിരുന്നു. അപ്പോൾ ഇത് അതിനേക്കാളും നല്ല വരപ്പും നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം 1 കിലോ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടായിരുന്ന ദോശ ഇതുപോലെ ഉണ്ടായിരുന്നതായിരുന്നു. കുറച്ച് ഈ സൈഡ് മാത്രമാണ് കേട്ടോ അടന്നു പോയിരുന്നത്. അപ്പോൾ ഞാൻ ചകിരി ഉപയോഗിച്ചു, നമ്മുടെ സ്ക്രബ്ബറില്ലേ ഇരുമ്പിൻ്റെ, അത് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് എന്താ പറയുക ചപ്പാത്തി ചുടാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ദോശ ചുടാൻ കിട്ടത്തില്ല. എണ്ണയൊക്കെ പുരട്ടിയാലും ചിലവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ദോശ ചുടാൻ പറ്റുന്നത്, എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഞാനപ്പോൾ ചപ്പാത്തി ചുടുന്നത് മാത്രമാണ് ഇതിൽ. അപ്പോൾ നല്ല വെയിറ്റാണ് കേട്ടോ. പക്ഷെ ഒരു കേടും പറ്റിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ കറുപ്പ് ഇളകി വന്നു, നോൺ സ്റ്റിക്കിൻ്റെ കോട്ടൊക്കെ ഇളകിപ്പോയിന്നേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിറ്റാണ്. പിന്നെ കണ്ടില്ലേ ഇവിടെ ഇതിങ്ങനെ പൊള്ളി വരാറുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഉള്ളിൽ ഒരു ഇളക്കവും പറ്റിയിട്ടില്ല, ഈ കോട്ടിങ് പോയതല്ലാതെ കേട്ടോ. പാത്രത്തിന് ഒരു ഇതുമില്ല, ശരിക്കത്തെ സ്റ്റീൽ പാത്രം പോലെ തന്നെ ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും എന്താണ് ഇതുപോലെ ഇളകിപ്പോയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ട് നന്നായിട്ട് ഇരുമ്പിൻ്റെ സ്ക്രബ് വെച്ചിട്ട് ചുരണ്ടി കളയാന്ന് വെച്ചാൽ നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി മെനക്കേടുണ്ട് ചുരണ്ടാനുള്ളത്. അപ്പോൾ അത് ചുരണ്ടിയാൽ നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കറിയൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വേറെ പാനൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലത്തെ വേറെ, അതിലേക്ക് കറിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒന്നും ഇളകി വരത്തില്ലല്ലോ. ഈ മെയിനായിട്ടുള്ള പ്രശ്നം ഈ കോട്ടിങ് മാത്രമാണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല, ബാക്കി ഒന്നും പ്രശ്നമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ചപ്പാത്തി മാത്രമാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.